ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പാവക്കുട്ടീനെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാറ്റേൺ നമുക്ക് ആവശ്യമുണ്ട്. അത് പേപ്പറിൽ വരച്ച് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം. ചെറുത് വേണോ വലുത് വേണോ എന്നുള്ളത്. ഞാനിവിടെ ചെറിയൊരു ഡോളാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ ബോഡിയുടെ ഒരു നീളം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തലയുടെ സൈസൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ബോഡി, തല, 2 കൈകൾ ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സ്കിൻ കളർ ക്ലോത്താണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിത് തുണിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡോൾ മേക്കിങ്ങിന് പറ്റിയിട്ടുള്ള, അതുപോലെ നമ്മുടെ ലെഗിങ്സിൻ്റെ ഒക്കെ ആ ഒരു മെറ്റീരിയൽ ഇല്ല, അതുപോലത്തെ തുണിയാണ്. ഇതില്ലാന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ കളറായിട്ടുള്ള പഴയ ലെഗിങ്സോ പെറ്റിക്കോട്ടോ അങ്ങനെ വല്ലതിന്നും കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു തുണിയിൽ നിന്ന് നമ്മൾ നേരത്തെ പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അത് മാതൃകയാക്കി ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും 2 എണ്ണം വെച്ച് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത് 2 എണ്ണം വേണം, തലയ്ക്ക് വേണ്ടിയിട്ടും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ സൈഡിലേക്കുള്ള കൈകൾക്ക് വേണ്ടിയിട്ടും 2 എണ്ണം വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്നും ചേർത്ത് പിടിച്ച് തുന്നി കൊടുക്കണം. ഈ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത് 2 എണ്ണം കൂടി ചേർത്ത് പിടിച്ച് ഞാൻ അരികവശം ഫുള്ളായിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. മേൽഭാഗത്ത്, കഴുത്തിൻ്റെ ഭാഗത്ത് മേലെ കുറച്ച് സ്ഥലം നമ്മൾ തുന്നാതെ വിടണം, ഗ്യാപ്പ് ഇടണം. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ചുറ്റും നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇപ്പോൾ സൂചി നൂലും വെച്ച് ഇതേപോലെ തുന്നി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മെഷീൻ ഉണ്ട്, അതുകൊണ്ട് ഞാനിത് അരികുവശം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതിപ്പോൾ എല്ലാതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് കണ്ടില്ലേ, ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ കൈകൾക്ക് വേണ്ടിയിട്ടുള്ളതും മേൽഭാഗത്ത് കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ച് സ്ഥലം സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ബാക്കി അരികുവശം ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലത്തെ വശം നമ്മൾ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റിച്ചിങ്ങൊക്കെ വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് പോവും. നമ്മൾ ഇതുപോലെ ഉള്ളിലത്തെ ഭാഗം പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ചെറിയ ഡോളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പുറത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാണ് ഇത് പുറത്തേക്ക് എടുക്കണത് കേട്ടോ. കുറച്ച് വലിയ ഡോളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കൈവച്ചിട്ട് ഉള്ളിലത്തെ ഭാഗം പുറത്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പഴയ ഡോളിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ഞി യൂസ് ചെയ്യാം. ഇതേപോലെയുള്ള ഫൈബർ നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കാലുകളുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതിൽ ഫൈബർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ തുന്നാണ്ട് വെച്ചിട്ടുള്ള കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ തുന്നി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് തുന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സെയിം കളർ നൂല് തന്നെ എടുക്കുക. അതേപോലെ നമുക്ക് പറ്റണത്ര നീറ്റായിട്ട് നമ്മൾ തുന്നിയെടുക്കാം. ഞാനിപ്പോൾ ചെയ്യണത് 2 സൈഡും കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് തുന്നി കൊടുക്കുകയാണ്. ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുന്നി എടുത്തിട്ട് ലാസ്റ്റ് ഈ നൂല് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വലിക്കുമ്പോൾ അത് യോജിച്ചിരിക്കും. നമുക്ക് പറ്റണത്ര നീറ്റായിട്ട് തുന്നിയെടുക്കുക. കാരണം ഇത് പുറത്ത് കാണില്ല, എന്നാലും കൂടിയിട്ട് കുറച്ച് വൃത്തിയിൽ തുന്നിയെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ തലയുടെ ഭാഗത്തും കയ്യിലൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ തുന്നി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡിയും തലയും കൂടി അറ്റാച്ച് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഈ കഴുത്തിൻ്റെ ആ ഭാഗവും അതേപോലെ തലയും കൂടി ചേർത്ത് പിടിച്ചിങ്ങനെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ. താഴേന്ന് ഇങ്ങനെ തുന്നിയിട്ട് ആ തലയമേക്ക് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ തുന്നിയെടുക്കണത്. ഇതിങ്ങനെ തുന്നുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പിടിച്ചിട്ട് തുന്നാൻ കുറച്ച് പാടാണ്. അപ്പോൾ ആരുടെയെങ്കിലും ഹെൽപ്പ് വാങ്ങിക്കാം. അതല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ആദ്യം തന്നെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. സെയിം കളർ നൂല് തന്നെ യൂസ് ചെയ്യുക. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ തുന്നിയിട്ട് ചുറ്റി, അതായത് കഴുത്തിൻ്റെ ചുറ്റുള്ള ഭാഗം ഇങ്ങനെ തുന്നി നമ്മൾ റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിങ്ങനെ തുന്നിയിട്ട് കണ്ടില്ലേ, മേലേന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പിന്നെ താഴേന്ന് കഴുത്തിൻ്റെ ഭാഗത്ത് കൂടെ കണക്ട് ചെയ്ത് അങ്ങനെ ചുറ്റും നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. നൂലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ. ഇതേ രീതിയിൽ നമ്മൾ 2 സൈഡിലും കൈകളും കൂടി തുന്നിയെടുക്കണം. ഈ സെയിം രീതിയിൽ തന്നെയാണ് തുന്നിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനത് തുന്നി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുടിയൊക്കെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, ബ്ലാക്ക് കളറിലുള്ളത്. നമുക്ക് ബ്രൗൺ കളറോ നമ്മുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതിവിടെ ഒരു ചെറിയ ബുക്കിൽ ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ്. നമുക്ക് സ്കെയിലുമേ ചുറ്റി എടുക്കാം. നമുക്ക് എത്ര നീളം വേണം മുടിക്ക് എന്നുള്ളതനുസരിച്ച് ഏതുമേ വേണമെങ്കിൽ ഇതേപോലെ ചുറ്റി എടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് പ്രാവശ്യം ഇതുപോലെ ചുറ്റിയിട്ട് ഞാൻ ഈ ബുക്കുമെന്ന് ഇതേപോലെ എടുക്കുകയാണ്. എന്നിട്ട് ഒരു ചെറിയ പീസ് നൂലെടുത്തിട്ട്
മേൽഭാഗത്തായിട്ട് ഇതേപോലെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ചെയ്ത് 2 പ്രാവശ്യം നമ്മൾ കെട്ടി കൊടുക്കുക. താഴ്ഭാഗത്ത് ആ കർവായിട്ടിരിക്കണില്ലേ, അവിടെ നമ്മൾ കട്ട് ചെയ്ത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. ഈ രീതിയിൽ ഞാനൊരു 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മതിയാവില്ല, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണം വെച്ചിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മളുടെ ഡോളിൻ്റെ തലയിൽ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുന്നി എടുക്കാം കേട്ടോ. ഓരോന്ന് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാം. ബ്ലാക്ക് കളർ നൂല് യൂസ് ചെയ്തിട്ട്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ്. നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. ഇതേപോലെ 2 എണ്ണം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലും കൂടിയാണ് ഒട്ടിച്ച് കൊടുക്കാനുള്ളത്. ഈ ഭാഗത്തും കൂടി ഒട്ടിച്ച് കൊടുക്കണം. ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബാക്കിലും കൂടി ഒട്ടിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ ഈ ഒരു വൂൾ ആൻഡ് ത്രെഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ സ്കിന്നൊന്നും കാണാത്ത രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. സൈഡിലും കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പരത്തി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്കിത് തികയണില്ല, കുറച്ചും കൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വൂൾ ആൻഡ് ത്രെഡ് വെച്ചിട്ട് ഹെയർ ഉണ്ടാക്കി നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 എണ്ണം ഉണ്ടാക്കി ഒട്ടിച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കളറിലുള്ള തുണികൾ എടുത്തിട്ടുണ്ട്. മേൽഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ചുറ്റി വെച്ച് നോക്കുക. നമുക്കപ്പോൾ എത്ര സൈസ് വേണം, ഇറക്കം എത്ര വേണം, അതേപോലെ അതിൻ്റെ സൈസൊക്കെ ഇതേപോലെ വച്ച് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. താഴ്ഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്രൗൺ കളർ തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടം തൊട്ട് താഴെ വരെ എത്ര നീളം വേണമെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ബ്രൗൺ കളർ തുണിയുടെ നീളം ഞാൻ കുറച്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഞൊറികളൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ഞാനൊരു പഴയ ഡ്രസ്സിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴ്ഭാഗം ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇരിക്കണത് കേട്ടോ. ഇനി നമുക്കിതിൽ സൂചിയും നൂലും യൂസ് ചെയ്ത് മേൽഭാഗത്ത് ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ നൂലിങ്ങനെ ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ചെറിയ ഞൊറികൾ പോലെ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ മേൽഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ തുന്നി എടുക്കുകയാണ്. അങ്ങനെ ഞാനിത് തുന്നി എടുത്തിട്ടുണ്ട്. ആ നൂല് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ചെറിയ ഞൊറികൾ പോലെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രത്തോളം വേണം ഞൊറികളുടെ എന്ന് തീരുമാനിക്കാനായിട്ട് ഇതേപോലെ ഞാൻ വച്ച് നോക്കുകയാണ്. ഇങ്ങനെ വച്ച് നോക്കുമ്പോൾ നമുക്ക് ഡോളിന് എത്രത്തോളം വേണമെന്നുള്ളതനുസരിച്ച് ആ നൂല് നമ്മളൊന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികു വശം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുന്നിയെടുക്കുകയോ സ്റ്റിച്ച് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് മടക്കി ഒട്ടിച്ച് കൊടുക്കുകയാണ്. 2 സൈഡും നമ്മൾ അതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ തുണിയുടെ നല്ല വശം എടുക്കുക. അതേപോലെ നമ്മുടെ ലാവൻഡർ തുണിയുടെയും നല്ല വശങ്ങൾ, 2 തുണിയുടെയും നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈ ഒട്ടിക്കണതെല്ലാം നമുക്ക് തുന്നിയിട്ടായാലും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ കയ്യിലായി കഴിഞ്ഞാൽ പൊള്ളുമോ എന്നുള്ളത്. പൊള്ളുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ ആ ഉരുകിയ മെഴുക് നമ്മുടെ കയ്യിലൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ചൂടും വേദനയൊക്കെ ആ ഒരു ടൈമിൽ നമുക്ക് തോന്നില്ലേ, 2 സെക്കൻഡ് അങ്ങനെയുള്ളൊരു ചെറിയ വേദന നമുക്ക് തോന്നും. അല്ലാണ്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പറ്റുന്ന രീതിയിലൊന്നും പൊള്ളില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ ഡ്രസ്സ് ഇതിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ കൈയിടുന്ന ഭാഗത്തുണ്ടല്ലോ, ഞാൻ കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൈ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് തുന്നി കൊടുക്കാം, അതല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഡ്രസ്സ് ഊരി വേറെ ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹുക്ക് എന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഈ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിൽ. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു ലേസ് വി ഷേപ്പിൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറ്റിൻ റിബണോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഈ ഒരു ഡോളിന് നമ്മൾ ഷൂ ഒന്നും ഉണ്ടാക്കി എടുത്തിട്ടില്ല, കുറച്ച് എളുപ്പത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിവിടെ ചെറിയൊരു വീതി കുറഞ്ഞ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ ആക്കി കൊടുത്ത് നമ്മുടെ കാലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് താഴ്ഭാഗത്തും ഗ്ലൂ ആക്കി എടുത്ത് ഈ സാറ്റിൻ റിബൺ ഇങ്ങനെ ചുറ്റി വീണ്ടും ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
ഷൂ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഷൂ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുന്ന രീതി 2 കാലിലും അപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫേസ് ചെയ്തെടുക്കണം. ഞാനിവിടെ പെൻസിൽ വെച്ചിട്ട് നമ്മുടെ റൂൾ പെൻസിൽ വെച്ചിട്ട് കണ്ണും മൂക്കും വായൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ണിൻ്റെ ആ ഒരു സ്പേസിൽ വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു. ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കൃഷ്ണമണിയുടെ ആ ഭാഗത്ത് ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. 2 കണ്ണിലും ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഡാർക്ക് ബ്രൗൺ കളറാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഡാർക്ക് ബ്രൗണിന് പകരം ബ്ലാക്ക് കൊടുക്കാം, ഗ്രീൻ കൊടുക്കാം, ബ്ലൂ കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ കണ്ണിന് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ബ്രൗൺ കൊടുത്തിട്ട് അതിൻ്റെ നടുക്കിലായിട്ട് ഞാൻ ചെറുതായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെറിയൊരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. 2 കണ്ണിലത് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ആ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. നമ്മളിതിന് തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. തിന്നായിട്ടുള്ള ബ്രഷ് ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാമ്പു സ്റ്റിക്കോ എന്തിനെങ്കിലും നല്ല ഷാർപ്പായിട്ടുള്ള ഭാഗം യൂസ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ ചെയ്യണത് കണ്ണിൻ്റെ താഴ്ഭാഗത്തൊക്കെ വരയ്ക്കണത് ബ്രൗൺ കളർ പെയിൻറ്റ് ബ്രഷ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ പെയിൻറ്റിൽ മുക്കുക. എന്നിട്ട് ഒരല്പം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് ബ്രൗൺ കളർ വെള്ളം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഷെയ്ഡൊക്കെ ചെയ്തെടുക്കണത് കേട്ടോ. ഇപ്പോൾ ഈ മേൽഭാഗത്തൊക്കെ ഇങ്ങനെ ബ്രൗൺ കളർ ചെറുതായിട്ട് മാത്രം നമുക്ക് മതിയല്ലോ. അതുകൊണ്ട് പെയിൻറ്റ് യൂസ് ചെയ്ത് ബ്രൗൺ കളർ വെള്ളം പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കണത്. ഇതൊക്കെ അങ്ങനെയാണ് ചെയ്തെടുക്കണത് കേട്ടോ. മൂക്കിൻ്റെ ഭാഗത്തും ഒക്കെ നമ്മൾ ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കണത്. എനിക്കിതൊക്കെ ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മേക്കപ്പിൻ്റെ പണികളൊക്കെ ചെയ്യാൻ എനിക്ക് നല്ല രസമായിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഫേസിൻ്റെ ചുറ്റുള്ള ഭാഗം ഉണ്ടല്ലോ, നെറ്റിയുടെ ഭാഗത്തും ചുറ്റുള്ള ഭാഗത്ത് ചെറുതായിട്ട് ആ ബ്രൗൺ കളർ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട് 2 കണ്ണിൻ്റെ ഉള്ളിലായിട്ട്. പിന്നെ നമ്മൾ കൺപീലികൾ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത്. 2 കണ്ണിലും ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ താഴ്ഭാഗത്തും കൺപീലി ചെറുതായിട്ട് വരച്ച് കൊടുക്കുകയാണ്. പിന്നെ പുരികം വരച്ച് കൊടുക്കുന്നത് ഞാൻ ബ്ലാക്ക് കളർ പേന യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ചെറിയ ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെയും ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ മേലെയും 2-3 ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ണിൻ്റെ സൈസ് ചെറുത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിത് ഡോളല്ലേ, അതുകൊണ്ട് കുറച്ച് വലിയ കണ്ണായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ലിപ്സിൽ പിങ്ക് കളറാണ് കൊടുക്കുന്നത്, റെഡ് കളർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ കവിളിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്രൗൺ കളർ വെള്ളം ഉണ്ടാക്കിയില്ലേ, അതേപോലെ പിങ്ക് കളർ വെള്ളം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് കവിളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.